നമ്മളുള്ളത് തൊടുപുഴ BTM സ്കൂളിലാണ്. ഈ LP സ്കൂളിലെ 4 ക്ലാസ് മുറികളിൽ പുതിയ 4 അധ്യാപകരുണ്ട്. അധ്യാപകരെന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്നില്ലേ, ഈ 4 ആളുകളാണ്, റോബോട്ടുകളാണ്. കുട്ടികൾ എന്ത് ചോദിച്ചാലും ഉത്തരം തരുന്ന പ്രീ പ്രോഗ്രാം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻട്രാക്റ്റീവ് റോബോട്ടിക് വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. പാഠങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും, ഹോംവർക്കുകൾ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ സ്കൂളിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളിലും ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടാകും. ചോദിച്ചോ സമീറയോട് വല്ലതും? പേര് വെച്ചു. ടീച്ചർ പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം, സമീറ പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം? സമീറ. ടീച്ചർ വേണ്ട. ഇതാണ് കാലത്തിൻ്റെ മാറ്റം. ഈ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയേ മതിയാവൂ. കാരണം നമ്മൾ ഇന്നോളം അനുവർത്തിച്ചു കൊണ്ടിരുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം തികച്ചും അപരിഷ്കൃതവും അശാസ്ത്രീയവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ അധികമായ പഠനഭാരം അടിച്ചേൽപ്പിച്ച് അവരിൽ വിരസത വളർത്തിയെടുത്ത് ഏതാണ്ടൊരു 10-12 വർഷത്തിനകം അവരെ പഠനത്തിൽ നിന്ന് അകറ്റിയെടുത്ത് അവരിൽ അപകർഷതാബോധവും അരക്ഷിതത്വവും വളർത്തിയെടുത്ത് അവർ കാലത്തിനനുസരിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ച് മാറി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സമൂഹത്തിൽ കൊലയും കൊള്ളയും പിടിച്ചുപറിയും ബലാത്സംഗവും പോലുള്ള അധാർമികതകളിൽ ഏർപ്പെട്ട് അവർ സമൂഹത്തെ നശിപ്പിക്കുന്ന നശീകരണങ്ങൾ ആയുധങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ മാറണമെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും വിദ്യാഭ്യാസ വിദഗ്ധരും ഈ വിഷയം ചർച്ച ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കി നമ്മുടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാനും ഒരു സാമൂഹ്യ മാറ്റം കൊണ്ടുവരാനും സാധിക്കൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.